നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽവേലയ്ക്കായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി വചനം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പിതാവെ, നല്ലത് സംസാരിക്കാൻ എൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം സംസാരിച്ച് അനേകരിലേക്ക് എത്തുവാനുള്ള കൃപ തരണം. ഇത് കേൾക്കുന്നവർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവമേ നല്ലവരായി ജീവിക്കാൻ കൃപ തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 1 പത്രോസിൻ്റെ 5:5. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാരാക്കി വിധേയരാക്കിയിരിക്കുകയും പരസ്പര വിനയത്തിൽ അണിയുകയും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളാൽ തന്നെ യുവാക്കളെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയപ്പെടുകയും. അതിന് ശ്രേഷ്ഠന്മാരാരാ? നമ്മളെക്കാൾ ഉള്ളവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്. ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ, ഓരോ വ്യക്തികളും എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ കൃപ തരണം. ഒരു കൊച്ചു പയ്യനായിരിക്കാം, അവൻ നല്ലതെന്ന് പറയുന്നത് കേൾക്കുക. ഒരു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ എന്തൊരു അറിവും ഞാനും. ഇന്ന് മൃഗങ്ങൾക്കുള്ള ശ്രേഷ്ഠത പോലും ഇന്ന് മനുഷ്യനില്ലാതെ പോകും. ഞാൻ ഈ അടുത്ത സമയത്തൊരു സംഭവം കണ്ടു. കൊക്ക് ഒരു വലിയൊരു മീൻ വന്ന് കരയ്ക്ക് കിടന്ന് പിടയ്ക്കുക. ഈ കൊക്ക് എന്ത് ചെയ്തു? ഇരയെ എടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടിട്ടു. ഇന്ന് മനുഷ്യന് സ്വാർത്ഥത നിമിത്തം സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതം. അങ്ങനെ ആവാതെ ദൈവം തമ്പുരാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ യുവാക്കളിൽ നിന്ന് നിങ്ങൾ ഫാഷന്മാരായി വിധേയപ്പെട്ടിരിക്കുവിൻ, പരസ്പരം വിനയത്തിന്റെ അങ്കിയണിയും. എന്താ വിനയം? എളിമ. വിനയമുള്ളത്തെ എളിമയുള്ളൂ, എളിമയുള്ളത്തെ സ്നേഹമുള്ളൂ, സ്നേഹമുള്ളത്തെ സമാധാനം ഉണ്ടാവും, സമാധാനമുള്ളത്തെ സന്തോഷം ഉണ്ടാവും. ഈ സന്തോഷം എല്ലാം വേണമെങ്കിലും അടിസ്ഥാനം എന്താ? എളിമയാണ് വേണ്ടി. കർത്താവ് യേശുവരാൻ പറയുന്നത്, എത്ര നീ ഉന്നതനാണോ വിനീതനമാകുക. നമ്മൾ വിനയപ്പെടുമ്പോഴാണ് തമ്പുരാൻ ഓരോ ദിവസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. നീ എത്ര ഉന്നതനാണോ, എനിക്ക് അതുണ്ട് ഇതുണ്ട്, അഹങ്കാരം, ചില മനോഭാവമുണ്ട്, ഞാൻ വലിയ ആളാണ്, എന്നിൽ കഴിഞ്ഞ് ആരുമില്ല എന്ന് പറയുമ്പോൾ തമ്പുരാൻ ഒരിക്കലും അഹങ്കാരികളോടല്ല തമ്പുരാൻ കൂടെ നിൽക്കുന്നത്. വിനയത്തോടും എളിമയോടും നിൽക്കുന്ന മക്കളോടെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശുവരാൻ എന്താ പറഞ്ഞത്? ശിശുക്കളെ എൻ്റെ അരിക്കൽ വിടുവിൻ, അവനെ തടയരുത്. ദൈവം തമ്പുരാൻ പറഞ്ഞ ശിശുക്കളെ എൻ്റെ അരിക്കൽ വിടുവിൻ, അവനെ തടയരുതെന്ന് പറയുവാൻ അവന്റെ ഹൃദയം ശിശുക്കളെ പോലെ ആയിത്തീർന്നു. കർത്താവ് യേശുവരാൻ എന്ന് പറഞ്ഞ ശിശുക്കളുടെ സ്നേഹം, ദയ, കരുണ, സമിത, സന്തോഷം ഈ വക പ്രവർത്തിക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിന് അവകാശമാകും. നിങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശിശുക്കളെ പോലെ ആയിത്തീരാനാണ് പറഞ്ഞത്. ശിശുക്കൾ എന്ന് പറയുന്നത് പോയി കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് കവന്ന് കിടന്ന് വെള്ളത്തിൽ കളിക്കുന്നതല്ല. അവന്റെ ഹൃദയം, മനസ്സ്, ഹൃദയം കൊണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം. എന്തിനേക്ക് തിരിഞ്ഞു വരണം? സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബത്തിന്റെ അമരക്കാരനാവണമെങ്കിൽ നമ്മൾ എന്തിനും തിരിഞ്ഞു വരണം. അതാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ എത്ര ഉന്നതനാണോ വിനീതമാവുക, വിനയപ്പെടുക. ഓച്ചാനിച്ചിരിക്കാണ്. വിനയപ്പെടുമ്പോൾ ദൈവം തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ വിനയമാണ്. സ്നേഹമുണ്ടാവും, സൗമ്യത ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇതെല്ലാം വിനയത്തിന്റെ ആരംഭം. ഞാൻ എന്ന പാപം തമ്പുരാൻ പണ്ടേ ബ്ലോക്ക് ചെയ്യും. ഞാൻ, നിങ്ങളെല്ലാം ഞാൻ, അത് അധികാരസ്വരമാണ്. ചില കന്യാസ്ത്രീമാർ മക്കളെ മദർ തെരേസ പുഴു എടുത്ത അവരുടെ കാര്യം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനായ പരസ്പര വിനയത്തോട് അങ്കി അണിയുകയും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തു. അതിന് അഹങ്കാരികളെ തമ്പുരാൻ എതിർക്കുക, അതിന് വാസ്തവമാണ്. എത്ര അഹങ്കാരം, നമ്മൾ എത്രമാത്രം അഹങ്കാരികളാണോ അത്രമാത്രം നമ്മൾ പാപബോധവും മറ്റുള്ളവരെ കൊള്ളാത്തവനായും നികൃഷ്ട ജീവികളായി നമ്മളെ തമ്പുരാൻ. നമ്മളെപ്പോഴും വിനയമുള്ളവരാകണം. മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് മുണ്ടുകഴിച്ച് ഒന്ന് വിനയത്തോടെ നിൽക്കും. പണ്ടുള്ളവരൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം വിനയമൊന്നുമില്ല. ഒരു മറ്റുള്ള ഒരു പാവപ്പെട്ടവൻ അതിലേ കൂടെ പോവുക, ചേട്ടാ ആഹാരം കഴിച്ചോ? ഇത് നമുക്ക് ചോദിക്കാൻ നമുക്ക് കഴിയണം. അല്ല, ഒരു നേരത്തെ അന്ന് ചേട്ടൻ എവിടാ ജോലി, സാന്ത്വനമായ ഒരു വാക്ക്, എന്തുകൊണ്ട് സുഖം, എവിടാ പോന്നെ, സാന്ത്വനമായ ഒരു വാക്ക് കൊടുക്കുമ്പോൾ ആ വിനയം. ചില ഡോക്ടർമാർ കണ്ടിട്ടില്ലേ, എത്ര വലിയ രോഗിയാണെങ്കിലും ആ ഡോക്ടർ അപ്പത്തെ എന്തുകൊണ്ട് വിശേഷം, ഞങ്ങളപ്പത്തിനെ കൊണ്ടുപോയി ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഡോക്ടറുണ്ട്, അപ്പം എന്തുകൊണ്ട് അസുഖമെന്ന് പറഞ്ഞ് പുറത്തട്ടും തന്നെ അവരുടെ രോഗം മാറും. ആ വിശ്വാസം, സ്നേഹം, ദയ, കരുണ,
സൗമ്യത, സന്തോഷം, ആനന്ദം. എളിമ ഉണർത്ത വിനയം ഉണ്ടാവും, മനസ്സിന് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ആരെ കൊല്ലണം, ഇന്ന് അവനെ കൊടുക്കണം പണി, അത് നമുക്ക് തിരിച്ചു പണി കിട്ടും. അതല്ല നമുക്ക് വേണ്ടത്. മറ്റുള്ളവനെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ഒരു കഴിവ് നമുക്കില്ല എങ്കിൽ നമ്മൾ പ്രത്യേകം നമ്മൾ കുപ്പായം ഇട്ട് ടൈം കൊണ്ടൊന്നും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവാകാലത്ത് ദൈവത്തെ എളിമയോട് സ്വീകരിക്കുന്നവന് അവനെ കാണുമ്പോൾ അറിയാം. വിനയം, വിധേയത്വം, ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നതാണ്. ഇതില്ലാതെ നമ്മൾ എത്ര കർത്താവെ നേരം വെളുക്കോളം വിളിച്ചാലും ഒന്നുമില്ല. തമ്പുരാൻ പറഞ്ഞു, ചന്തകളും തെരുവീതികളും എന്നെ കൊണ്ട് ഉദ്ഘോഷിക്കും, നിന്റെ ഹൃദയം വളരെ ദൂരെയാണ്. നമ്മൾ പറയുന്നതിന്റെ കൂട്ടല്ല, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിലനിൽക്കുവാനാണ്. എത്രമാത്രം താഴ്മയാണോ അത്രമാത്രം വിനീതനാകും. നീ എത്ര ഉന്നതനാണോ നീ വിനീതനാകും. തമ്പുരാൻ മേളിക്കയറിയവർ ആരെയും പിടിച്ചിട്ടില്ല. തമ്പുരാൻ താഴെ വന്നവരെയല്ല. തമ്പുരാന്റെ ശിഷ്യന്മാർ ആരായിരുന്നു? മീൻപിടുത്തക്കാരനായിരുന്നു. പത്രോസ് ഏറ്റവും കൂടുതൽ തമ്പുരാന്റെ സ്നേഹമുള്ളവനാണ്. പക്ഷേ നേരം വെളുക്കോളം വലയെറിഞ്ഞ് തമ്പുരാനെ വിട്ടുപോവാൻ, എന്നെ നിങ്ങളെ പോലെ തമ്പുരാനില്ലാതെ മീൻ പിടിക്കാൻ പോയവനാണ്. അവനൊന്നും കിട്ടിയില്ല. നേരം വെളുക്കോളം വലയെറിഞ്ഞപ്പോൾ ഒരു ഊപ്പെ പോലും നമ്മുടെ ഭാഷ കിട്ടിയില്ല. എന്നാൽ തമ്പുരാനെ കൂട്ടിയവൻ പോയി. തമ്പുരാനെ കൂട്ടിപ്പോയത് വല നിറച്ച് 153 വലിയ മീൻ. മീന്റെ പെരുപ്പം മൂലം വല കീറാറായി. തമ്പുരാൻ അവിടെ നിന്നോണ്ട് മക്കളെ ഇന്ന് കൂട്ടുവാൻ വല്ലതുണ്ട്. അവൻ അരമുറുക്കി കടൽ ചാടിയെന്നാണ്. നമ്മളിന്ന് വിശ്വാസത്തിന്റെ മുന്നിൽ പാപത്തിന്റെ മുന്നിലാണോ എന്നൊന്നും ചോദന ചെയ്യുന്നതാണ്. ഞാനും നിങ്ങളുമാകുന്ന ഈ ലോകത്ത് പാപത്തിന്റെ പഴുനിരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് എന്താണ്? പാപം. സാത്താൻ ഇന്ന് ഈ ലോകം നയിക്കുന്ന സാത്താൻ. ഇന്ന് അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. 2 കപ്പൽ കഴിയും, 3ാമതൊരു കപ്പൽ കൂടെ വീഴാൻ പോകും. 290-300 ആൾക്കാരെ കൊന്നു കഴിയും. ഇതിന്റെ എല്ലാ കരങ്ങളുണ്ട്. ഇന്ന് ദൈവം എന്ത് ചെയ്യാം? ഇന്ന് മനുഷ്യൻ ഞാനാണ് വലുത് എന്ന യുദ്ധഭീതി കാകളങ്ങൾ ഊതിക്കൊണ്ടിരിക്കുക. അന്തിമകാലമായി നമ്മൾ ദൈവത്തെ നേരോടും വെളുപ്പോടും കൂടി തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുകുത്തി തമ്പുരാനെ വിളിക്കുന്നില്ലെങ്കിൽ ഇനി അനർത്ഥങ്ങൾ ഉണ്ടാവാം. ഈ അമേരിക്ക കിടന്ന് ലോകത്തിനെല്ലാം ആക്കും. അമേരിക്കയിലേക്ക് തകിട്ട് പൊടിയാവാൻ പോകും. ദൈവത്തിന്റെ മുന്നിൽ ഈ അമേരിക്ക ലോകത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊടുത്തിട്ട് അവസാനം അവൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ, എന്നെയും നിങ്ങളെ അടിയുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന അമേരിക്കയ്ക്ക് തകർക്കും തമ്പുരാൻ, തകർന്നടിയും. അതായത് നമ്മൾ ദൈവത്തെ മുന്നിൽ നോക്കി ജീവിക്കുവാൻ മുന്നോട്ട് നോക്കണം. നമ്മളതാ പറഞ്ഞത്, അവിടെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളൂ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഏൽപ്പിക്കുവീൻ. ആരെയാ? തമ്പുരാനെ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തെ അറിയുന്നവനാണ് ശ്രദ്ധാലു. അല്ല നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രദ്ധാലു കിട്ടൂ. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് ദൈവം തമ്പുരാൻ ശ്രദ്ധാലുവാണ്. മുമ്പിലും പിമ്പിലും തെക്കും വടക്കും എല്ലാം തമ്പുരാന്റെ കണ്ണു നോട്ടമുണ്ട്. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക്, അറിയാത്തവനില്ല കേട്ടോ. കർത്താവ് ആരെങ്കിലും സ്വരം ഭ്രമിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ താരം കഴിക്കും. സ്വരം ഉണ്ടോ? തുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? കർത്താവ് പറഞ്ഞ എൻ്റെ കീറണ്ടേ, മറ്റവന്റെ ഇല കീറണ്ടേ, എൻ്റെ ഹൃദയം കീറാൻ, അടുത്ത കച്ചട കളയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഇന്ന് തമ്പുരാൻ പറയുന്ന അതാണ്, നിങ്ങൾ സമചിത്തരായവരോട് ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാചിനെ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആരാ നമ്മുടെ ശത്രു? നമ്മുടെ അലോക്കുകാരനല്ല, അമ്മയല്ല, ഭഗവാനല്ല, അപ്പനല്ല, പക്ഷെ സാത്താൻ. അലറുന്ന സിംഹം പോലെ അവൻ ആരെയാണ് വിഴുങ്ങേണ്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. തകർക്കാൻ വേണ്ടിയാണ് സാത്താൻ നോക്കുന്നത്. ആദ്യം സാത്താൻ എന്ത് ചെയ്യും? നല്ല കാര്യം കാണിക്കും. ആപ്പിൾ തരും, മുന്തിരിക്ക തരും, എല്ലാം തിന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സാത്താൻ മാറും. ഇന്ന് ഈ സകനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുകയും, അതായത് വിശ്വാസത്താൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുകയും. അങ്ങനെ വിശ്വാസത്തോടു കൂടി എതിർക്കാനാണ്. വിശ്വാസം ഉണ്ടോ വിശ്വാസം? ഇന്ന് വിശ്വാസം ഉണ്ടാകുന്ന ഇന്ന് രാവിലെ ഇന്ന് പുതച്ച് മുടിയോ ഇന്ന് പോകണ്ട, മഴയല്ലയോ,
ഇന്ന് മഴ തന്നെ. നേരെ മറിച്ച് നമുക്കൊരു കല്യാണം വന്നാലോ നമ്മൾ പോകത്തില്ലയോ? അവനെന്തോ വിചാരിക്കുന്നു, പക്ഷെ തമ്പുരാൻ മാത്രം ഒന്നും വിചാരിക്കത്തില്ല. ഇന്ന് പള്ളിയിലായാലും ഇന്ന് ഭയങ്കര മഴയല്ലായിരുന്നു, ഉറങ്ങാൻ നല്ല സുഖമാണ്. വിളിക്കും എപ്പോഴാണ് തമ്പുരാനെ പോയി എടുക്കും. നമുക്കൊരു പ്രശ്നം വരണം, നമുക്കൊരു ദുഃഖം വരണം, നമുക്കൊരു സന്തോഷമില്ലായ്മ വരണം, മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഉറക്കം വരുന്നില്ല, രാവിലെ എന്തേച്ച് മുട്ടുമേ കരഞ്ഞു. തമ്പുരാൻ അറിയാം, പക്ഷെ നമുക്കും അറിയാം. പക്ഷെ തമ്പുരാൻ എന്താ പറഞ്ഞത്? ശത്രുവായ പിശാചിനെ അലർന്ന സുഖം പോലെ ആരെ വിഴുങ്ങുവാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റി നടക്കുക. ഏതാ അവൻ ഇതെല്ലാം ചുറ്റി നടക്കുക. അന്നേരം അവൻ നമ്മൾ വിവേചിച്ചറിയണം. ഇവൻ അലർന്ന സിംഹം പോലെ പാലായിട്ട് വരാം, അമ്മയായിട്ട് വരാം, സഹോദരനായിട്ട് ഏത് സൈസിലും സാത്താൻ വരാം. ഇന്ന ഇതിലൊന്നും അവനെ പോലീസൊന്നും പിടിക്കത്തില്ല. ഒരാളെ തകർക്കാൻ ഏത് വേഷത്തിലാവും വരും. ആ വേഷം നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇപ്പം സാത്താനാണോ? അത് നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ കൈനോട്ടക്കാരൻ്റെ ഒരിക്കലും കൂടുപാത്രക്കാരൻ്റെ ഒരിക്കലും അവനെ എങ്ങനെ തകർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓടും. തോമാച്ചനെ തകർക്കാൻ എങ്ങനെ ജോസഫിനെ കഴിയും, അതിനെ ഓടും. അത് അവനെ തകർത്ത് വരുമ്പോഴത്തെ ഇവിടെ നമ്മളെ തകർക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ കഷത്ത് ബൈബിളുണ്ട്, പക്ഷേ മറ്റവനും തകരണം എന്നാണ് നമ്മുടെ ചിന്താഗതി. എന്നാൽ നമ്മളും വളരുന്നത് കേരളത്തിലെ ഞണ്ട് പോലെ. ഞണ്ടിനെ എവിടെ വേണമെന്നുണ്ടോ? ഞണ്ട് ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ട് കയറും, മറ്റേ ഞണ്ടിൻ്റെ പുറത്ത് കയറി ഏറ്റവും മുകളിലിരിക്കുന്ന ഞണ്ടിനെ പിടിച്ച് താഴെ ഇടും. എന്ന് പറഞ്ഞ പോലെ മലയാളികളുടെ സ്വഭാവം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. ഇന്ന് നല്ലവരായ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയാം. നമുക്ക് വെറുപ്പും വിദ്വേഷവും പകയുടെ എല്ലാമാണ്. പക്ഷേ ഈ ലോകത്ത് അധികം നാളില്ല നമ്മളിനി ജീവിച്ചു പോകാൻ, കടന്നു പോകാൻ. ആ സമയത്ത് എന്ത് ചെയ്യാൻ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും? നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവൃത്തി, നല്ലൊരു നോട്ടം, നല്ലൊരു സ്പർശനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് 56, 60, 70, 80 വയസ്സൊക്കെ ഉണ്ട്. മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി, നമ്മുടെ കുറ്റങ്ങളെ നോക്കി നമ്മൾ വളരുവാൻ നമ്മൾ സഹായിക്കണം. മറ്റുള്ളവരെല്ലാം നോക്കേണ്ടത്. എൻ്റെ ഹൃദയമാണ് കീറേണ്ടത്. ജോസഫിൻ്റെ ഹൃദയമല്ല കീറേണ്ടത്, ജോണിൻ്റെ ഹൃദയം കീറണം. എന്നിട്ട് കച്ചട എടുത്ത് മാറ്റണം. എന്നിൽ ആരെ വസിക്കണം? എൻ്റെ ഹൃദയത്തിൽ തമ്പുരാനെ വസിക്കാനുള്ള ഹൃദയമാക്കി നമ്മൾ കൊടുക്കണം. തമ്പുരാൻ ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി കൊടുത്തവൻ ഈ വീടിൻ്റെ നായകൻ വേറെ പലരുമോ? പൂർണ്ണമാവോട്, പൂർണ്ണതത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും ദൈവത്തെ സ്നേഹിക്കും. നീ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം. കർത്താവേ, ഇതാ വചനം കേട്ടു, അനേകരിലേക്ക് അയക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബലഹീനനായ എനിക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, നീ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. പച്ചാ, ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ അനിഷ്ട സംഭവത്തിൻ്റെ അരികിലേക്കാണ് പോകുന്നത് കർത്താവേ. ഞങ്ങൾക്കറിയില്ല കർത്താവേ എന്ത് നടക്കും, എന്ത് ചെയ്യുമെന്ന് കർത്താവേ. നീ വരുമ്പോൾ കർത്താവേ, നിന്നോട് എതിരേൽപ്പാൻ ഞങ്ങളെ നീ കൂടെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ പാപികളും ദോഷികളുമാണ് കർത്താവേ. കർത്താവേ, ഞങ്ങൾക്കൊന്നുമില്ലാത്തവനാണ് ഞങ്ങൾ അറിയുന്ന കർത്താവേ. പോകുമ്പോൾ ഈ ലോകത്ത് പലതും ഉണ്ട് കർത്താവേ. എന്നാലും നിന്റെ ഒരിക്കലേക്ക് വരുമ്പം വെറും കൈ വീശാണ് ഞങ്ങൾ വരുന്ന കർത്താവേ. ഞങ്ങൾക്ക് കിട്ടുന്ന പിതാവും നന്മയും തിന്മയുള്ള അവകാശത്തിന്റെ ഫലമാണ് കർത്താവേ. ആ പരീക്ഷ ജയിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് അനേകരെ ഓർണ്ട് കർത്താവേ, ഇന്ന് വെള്ളക്കുഴിയിൽ കിടക്കുന്ന ദൈവമേ, കിടന്ന് ഉറങ്ങിയിട്ടില്ല കർത്താവേ. അവർക്കൊരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കഴിയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം ഉറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വീടില്ല കർത്താവേ, ഒരു രാത്രി ഉറങ്ങാൻ ദൈവമേ വെള്ളം കൊണ്ട് 4 ആഫേൽ മുങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ദൈവമേ ഈ രാത്രിയില് ഇന്ന് പകല് കിടന്നുറങ്ങി രാവിലെ എത്തിച്ച് തമ്പുരാനെ പോഷിപ്പിക്കാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഓർക്കുന്ന കൃപയായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ക്യാൻസർ രോഗികളുണ്ട്, മെന്റൽ രോഗികളുണ്ട് കർത്താവേ. ദൈവമേ, ഒരു കുഞ്ഞിന് ക്യാൻസറായി പ്രാർത്ഥിച്ച് കർത്താവേ 40 ലക്ഷം രൂപ കൊടുത്ത് ദൈവമേ ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചെന്നാണെന്ന് വിചാരിച്ച് വീണ്ടും തിരിച്ച് രോഗം വന്നു കർത്താവേ. ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ തിരുക്കരങ്ങളും ദൈവമേ ആ മകൾ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ മെന്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീടില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നേരം ആരമില്ലാതെ വസ്ത്രമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ നീ കൃപ കൊടുക്കണം കർത്താവേ. മാനിക്കുന്ന ദൈവത്തിന് ശക്തി കൊടുക്കുവാൻ കർത്താവേ. ഞങ്ങൾ നിന്നെ വിളിച്ച് വെറുതെ ആയി പോവാതെ കർത്താവേ വചനം വായിച്ച ദൈവമേ ഇവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന്
പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായമെത്തി യുവാക്കളുണ്ട്, കടബാധ്യതയിൽ കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ, ജപ്തി നോട്ടീസ് കിടക്കുന്നവരുണ്ട്. അപ്പച്ചാ, നീ ഇടപെടണം, സംസാരിക്കണം കർത്താവേ. ദൈവത്തിന്റെ അഭിഷേകങ്ങൾ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും, എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ബലിയനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം ദൈവമേ. ശക്തമായ മുട്ടുവേദന ആർക്കുണ്ടോ കർത്താവേ, സൗഖ്യം തമ്പുരാൻ തരുന്നുണ്ട് കർത്താവേ. പ്രാർത്ഥനയ്ക്ക് കുറവരുത്തല്ല കർത്താവേ. ഇന്ന് ദൈവമേ, ഞങ്ങളോട് ആക്കിയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.